الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനും അതേ രീതിയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ് സജ്ജനങ്ങൾക്കായി തയ്യാർ ചെയ്ത് വെക്കപ്പെട്ടിട്ടുള്ള സ്വർഗലോകത്തിലേക്ക് പ്രവേശനം നൽകപ്പെടുവാനും തൗഫീഖ് നൽകപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മോചനത്തിന് വേണ്ടി അവരുടെ ജീവിതത്തിൽ എങ്ങനെ അവർ മുന്നോട്ട് പോകണം എന്ന കൃത്യമായ പാത വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള മഹനീയമായ ഗ്രന്ഥമാണ് നമ്മുടെ എല്ലാം കൈകളിൽ ദിനേന നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ മനുഷ്യനെ സമാധാനമാണ് പ്രദാനം ചെയ്യുന്നത്. അവന്റെ മനസ്സുകളിലുണ്ടാകുന്ന ഒട്ടേറെ രോഗങ്ങൾക്ക് വിശ്വാസരംഗത്തും അതുപോലെ തന്നെ അവന്റെ ശാരീരികമായിട്ട് അവൻ അനുഭവപ്പെടുന്ന പ്രയാസങ്ങളിലും വരെ വിശുദ്ധ ഖുർആൻ ശിഫയാണ്, ഔഷധമാണ്. ആ നിലക്ക് എല്ലാ നിലക്കും ശാരീരികമായും ആത്മീയമായും മനുഷ്യന് പരിപോഷണം നൽകുന്ന വലിയ കാവല് പ്രദാനം ചെയ്യുന്ന ഗ്രന്ഥമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിലെ അധ്യായങ്ങളെല്ലാം ഒരേ രൂപത്തിലുള്ളവയല്ല. പ്രാധാന്യം വെച്ച് നോക്കുമ്പോൾ ചില സൂറത്തുകൾക്ക് മറ്റു ചില സൂറത്തുകളേക്കാൾ അല്ലാഹു ചില സവിശേഷതകൾ, പ്രത്യേകതകൾ, ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ അവൻ നിർണയിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ വചനങ്ങൾ, ആ വചനങ്ങളിൽ ചില വചനങ്ങൾക്ക് മറ്റു ചില വചനങ്ങൾക്കില്ലാത്ത ചില പ്രത്യേകതകൾ അല്ലാഹു നിർണയിച്ചിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. ഇത് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങളായ നമ്മളെല്ലാം. ആ കൂട്ടത്തിൽ ഏതൊരു മുസ്ലിമിനും വളരെ കൃത്യമായി മനഃപ്പാഠമുള്ള
രണ്ട് ചെറിയ അധ്യായങ്ങളാണ്, സൂറത്തുൽ ഫലഖും അതുപോലെ തന്നെ സൂറത്തുൻ നാസ്. ഈ രണ്ട് അധ്യായങ്ങൾ ഫലഖ് മുഅവ്വദത്തൈൻ, ഫലഖും നാസും ഉൾക്കൊള്ളുന്ന ആ രണ്ട് അധ്യായങ്ങളെ മുഅവ്വിദത്തൈൻ എന്നാണ് അറിയപ്പെടുന്നത്. കാവൽ ചോദിക്കുവാൻ ഉപയോഗപ്പെടുത്തുന്നവ എന്നാണ് അതിന്റെ ഉദ്ദേശം. അല്ലാഹുവിനോട് സദാസമയത്തും രക്ഷ തേടേണ്ടുന്ന, അവനിൽ നിന്ന് പ്രത്യേകമായി കാവൽ തേടിക്കൊണ്ടിരിക്കുന്ന വചനങ്ങൾ ഉൾക്കൊള്ളുന്ന രണ്ട് അധ്യായങ്ങളാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. അഥവാ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് തുടങ്ങുന്ന സൂറത്തും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനത്തേതായ 114-ാമത്തെ അധ്യായമായ നാസ് എന്ന അധ്യായവും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി, അലം തറ ആയാത്തിൻ ഉൻസിലത്തിൽ ലൈല ലം യുറ മിസ്ലുഹുന്ന ഖത്തു. നീ കണ്ടില്ലയോ ചില വചനങ്ങൾ ഇന്നലെ രാത്രി എനിക്ക് അവതരിക്കപ്പെട്ടിരിക്കുന്നു, അവനിക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ചില വചനങ്ങൾ അതുപോലത്തെ ഒന്ന് വേറെ കാണപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും പാരായണം ചെയ്യുകയുണ്ടായി. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും മനഃപ്പാഠമുള്ള അധ്യായം, അതിന്റെ മഹത്വങ്ങളും അതിന്റെ ആശയങ്ങളും അതിന്റെ അർത്ഥവും നാം നന്നായി ഗ്രഹിക്കേണ്ടതുണ്ട്. മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, ഞാൻ ഒരു യാത്രയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകത്തെ ഇങ്ങനെ അതിന്റെ കടിഞ്ഞാണും പിടിച്ചുകൊണ്ട് ഞാൻ നടക്കുകയായിരുന്നു. ആ സന്ദർഭം പഠിപ്പിച്ചു തരട്ടെയോ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചോദ്യമാണ്. ഫഅല്ലമനി, പാരായണം ചെയ്യപ്പെടേണ്ടത്, അതാണ് പുണ്യം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചെറിയ സൂറത്തുകളും പാരായണം ചെയ്യാം, അതിനുള്ള ഒരു തെളിവ് കൂടിയാണത്. അതോടൊപ്പം ഇതിന്റെ ഒരു പ്രത്യേകതയും പ്രാധാന്യവും കൂടി പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലേന്ന് രാത്രി അത് പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, സുബഹി നമസ്കാരത്തിൽ പ്രവാചകൻ അത് പാരായണം ചെയ്യുക കൂടി ചെയ്തു. ഫലമ്മാ ഫറഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ എന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, യാ ഉഖബ കൈഫ റഅയ്ത്, ഇപ്പോൾ എങ്ങനെ തോന്നുന്നു, ഇപ്പൊ എന്ത് തോന്നുന്നു? അപ്പൊ മഹാനവറുകൾക്ക് ഈ രണ്ട് അധ്യായം കേട്ടപ്പോ ഒരു സാധാരണ സൂറത്തുകൾ കേട്ടതിൽ അപ്പുറമൊന്നും തോന്നാത്തതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീണ്ടുമുള്ള ചോദ്യം, ഉഖബ ഇപ്പൊ എന്ത് തോന്നുന്നു? അപ്പൊ വളരെ പ്രാധാന്യവും പുണ്യവുമുള്ള രണ്ട് അധ്യായമാണിത് എന്ന് ഉഖബത്ത് റളിയല്ലാഹു അൻഹു അടങ്ങമുള്ള ലോക മുസ്ലിമീങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച, അതല്ലെങ്കിൽ അവിടുന്ന് കാണിച്ച ആ ഒരു സംഭവമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇത്രത്തോളം പ്രാധാന്യമർഹിക്കുന്ന ഈ അധ്യായം നമ്മൾ മനസ്സിലാക്കണം. നമ്മളിൽ എത്ര പേര് തെറ്റുകൂടാതെ പാരായണം ചെയ്യും? നമ്മളിൽ എത്ര പേര് ഇത് തെറ്റുകൂടാതെ പാരായണം ചെയ്യും? ആ ചോദ്യം അസ്ഥാനത്താണെന്ന് എന്റെ സുഹൃത്തുക്കൾ തെറ്റിദ്ധരിക്കരുത്. പരിശുദ്ധ ഖുർആനിലെ ഓരോ അക്ഷരങ്ങളോടും നീതി പുലർത്തൽ നിർബന്ധമാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഒരു പുള്ളി മാറിയാൽ, ഒരക്ഷരത്തിന്റെ ഉച്ചാരണത്തിൽ വകഭേദം വന്നുപോയാൽ ആശയങ്ങൾ തന്നെ അട്ടിമറിക്കപ്പെടുന്ന മഹനീയമായ ഭാഷയാണ് അറബി ഭാഷ. അതുകൊണ്ട് ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കുന്നത്,
ഈ 2 കൊച്ചു അധ്യായങ്ങൾ തെറ്റുകൂടാതെ നമുക്ക് പാരായണം ചെയ്യാനാകുമോ? ഖുൽ അഊദു ഉച്ചരിക്കാനാകുമോ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് എന്ന് ഫലക്ക് പറയുന്നവരാണ് അധികം ആളുകളും. ഫലക്ക് എന്ന് പറഞ്ഞാൽ ഗോളം എന്നാണ് അർത്ഥം. ഗോളം എന്നാണ് ഫലക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം. ഫലഖ് എന്ന് പറഞ്ഞാലോ പുലരി, പ്രഭാതം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖാഫ് ഉച്ചരിച്ചുകൊണ്ട് തന്നെയായിരിക്കണം. മിൻ ശർരി മാ ഖലഖ്, ഖാ ഉച്ചരിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? മിൻ ശർരി മാ ഖലഖ് എന്ന് പറയും അധികം ആളുകളും. അർത്ഥം മാറിപ്പോകും. മിൻ ശർരി മാ ഖലഖ്. വമിൻ ശർരി ആസിഖിൻ എന്ന് ഓടുന്നവരാണ് മഹാഭൂരിഭാഗവും. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ, ഇദാ വഖബ, വഖബൽ വഖബ. വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്, നഫാസാത്ത് ഓടുന്നവരാണ് അധികം ആളുകൾ. താ ഉച്ചരിക്കാൻ അറിഞ്ഞുകൂടാ. ومن شر النفاثات في العقد ومن شر حاسد إذا حسد. നോക്കൂ, ഓരോ അക്ഷരങ്ങളോടും നീതി പുലർത്തിക്കൊണ്ട് പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മിൽ നിന്ന് ആ ഫലഖ് സൂറത്തിന്റെ പാരായണം അല്ലാഹു ഖബൂലാക്കുമോ? അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, ഇതെന്നോടും നിങ്ങളോടുമുള്ള ഒരു ഉണർത്തലാണ്. നമ്മുടെ പാരായണങ്ങളിൽ എവിടെയെങ്കിലും അക്ഷരഭേദം വന്നുപോകുന്നുണ്ടോ എന്ന ഒരു നിരീക്ഷണം ഇപ്പോഴും നമ്മുടെ പാരായണങ്ങളിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഇത്രയും പ്രാധാന്യമർഹിക്കുന്ന ഈ അധ്യായം അതിന്റെ ശരിയായ ഉച്ചാരണ ശുദ്ധിയോടുകൂടെ തന്നെ നാം പാരായണം ചെയ്യേണ്ടതുണ്ട്. എന്താണ് സുഹൃത്തുക്കളെ ഈ അധ്യായത്തിലൂടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എവിടെയായിരുന്നാലും അവന് കാവൽ തേടാനും അഭയം ചോദിക്കാനും പ്രാർത്ഥിക്കാനും സർവശക്തനായ അവന്റെ റബ്ബല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. അതുകൊണ്ട് ആ കാവൽ തേട്ടം ഖുൽ, നബിയെ പറയൂ, അഊദു, ഞാൻ അഭയം ചോദിക്കുന്നു, ബിറബ്ബിൽ ഫലഖ്, പ്രഭാതത്തിന്റെ രക്ഷിതാവിനോട്, പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ അഭയം ചോദിക്കുന്നു. അതെ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചിട്ടുള്ള മുഴുവൻ സൃഷ്ടികളുടെയും ആപത്തുകളിൽ നിന്ന്. അല്ലാഹുവിന്റെ സൃഷ്ടികൾ, അല്ല ഒഴികെയുള്ളതൊക്കെ ഈ ലോകത്ത് സൃഷ്ടികളാണ്, മഖ്ലൂക്കുകളാണ്. എല്ലാ മഖ്ലൂക്കുകളുടെയും ശർറിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. അതെ, ഒരുപാട് സൃഷ്ടികളുണ്ട് ഈ ലോകത്ത്. ഏത് സൃഷ്ടികളും നമ്മൾ ഉപയോഗിക്കുമ്പോ നമുക്കതിന്റെ നന്മയും കിട്ടാറുണ്ട്, അതേ കാര്യം തന്നെ ചിലപ്പോൾ ദോഷമായിട്ടും വരാറുണ്ട്. നമുക്ക് നല്ല കാര്യത്തിന് ഉപയോഗപ്പെടുന്ന പല വസ്തുക്കളും ചിലപ്പോ അത് ശർറായി മാറാറുണ്ട്. ഉദാഹരണം നോക്കൂ നിങ്ങൾ, കാറ്റ് അള്ളാഹുവിങ്കിൽ നിന്ന് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു നന്മയാണ്. ഒന്ന് കാറ്റടിച്ചെങ്കിൽ, വല്ലാതെ ചുട്ട് വിയർത്തുകൊണ്ടിരിക്കുമ്പോ ഒരു കാറ്റടിച്ച് വീശിയെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവരാരാ ഉള്ളത്? അങ്ങനെ ആ കാറ്റിന്റെ ഒരു ഖൈറാണ് നമുക്കത്, ആ മഖ്ലൂഖിന്റെ ഒരു ഖൈറാണത് നമുക്ക് അള്ളാഹു ചെയ്യുന്നത്. അതേ അവസരത്തിൽ ആ കാറ്റൊന്ന് ശക്തി പ്രാപിച്ചാലോ, ആ കാറ്റ് കൊടുങ്കാറ്റായി മാറിയാലോ, അത് ശക്തമായ നാശനഷ്ടങ്ങളല്ലേ ഉണ്ടാക്കുക. അതുകൊണ്ടല്ലേ കാറ്റടിക്കുമ്പോ വരെ കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചില്ലേ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാറ്റടിക്കുമ്പോ വരെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ, ഖൈറിനെ ചോദിച്ചിരുന്നു, അതിന്റെ ശർറിൽ നിന്ന് കാവൽ ചോദിച്ചിരുന്നു. അപ്പൊ അള്ള സൃഷ്ടിച്ച മഖ്ലൂക്കുകളുടെ ശർറുകളിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ വെള്ളം നമുക്ക് വളരെ അത്യാവശ്യമാണ്. സഹോദരങ്ങളെ, വെള്ളമില്ലാതെ നമ്മുടെ നാട് കഷ്ടപ്പെടുകയാണ്. രാജ്യമൊട്ടാകെ ജലത്തിന് വേണ്ടി കേഴുകയാണ്. ഇന്നലെ നാട്ടിലായിരുന്നപ്പോൾ എന്റെ ഒരു സഹോദരൻ എന്നോടൊരു അനുഭവം പറഞ്ഞു. എന്റെ മനസ്സിനെ അത് വല്ലാതെ പിടിച്ചുകുലുക്കി. നമ്മുടെയൊക്കെ മനസ്സുകളെ അത് പിടിച്ചുകുലുക്കും. എന്താ ഉണ്ടായത്? കുടിക്കാനുള്ള വെള്ളവുമായി ടാങ്കർ ലോറി പാഞ്ഞു പോവുകയാണ്. നമ്മുടെ നാട്ടിലുണ്ടായ സംഭവമാ പറയുന്നത്. കഴിഞ്ഞ ആഴ്ചയുണ്ടായ സംഭവമാണ്. വെള്ളവുമായി കൊണ്ട് ടാങ്കർ ലോറി റോഡിലൂടെ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വാഹനത്തെയുണ്ട് ഏതാനും വാഹനങ്ങളിൽ ചില ആളുകൾ പിന്തുടർന്നു. ആ വാഹനത്തെ പിന്തുടർന്നു എന്ന് മാത്രമല്ല, ആ വാഹനത്തിന്റെ കുറുകെ ഈ വാഹനമിട്ടു തടഞ്ഞു നിർത്തി. ആക്രമിക്കാനല്ല. പിന്നീട് ആ വാഹനത്തിൽ നിന്ന് ചോദിച്ചത് എന്തിനാണെന്നോ, അല്പം വെള്ളം തരണം. എന്തിനു വേണ്ടി? സഹോദരൻ മരണപ്പെട്ട് കിടക്കുകയാണ്, ജനാസ കുളിപ്പിക്കാൻ വെള്ളമില്ല, മയ്യത്ത് കുളിപ്പിക്കാൻ വെള്ളമില്ലാതെ വെള്ളം കൊണ്ടുപോകുന്നവരുടെ പിന്നാലെ കൂടുന്നവരവസ്ഥ നമ്മുടെ നാട്ടിൽ നിന്ന് സംജാതമായിരിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്, ഖുൽ ഇന്നസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ.
നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അതെങ്ങാനും അങ്ങാണ്ട് വറ്റിപ്പോയി കഴിഞ്ഞാൽ ആരുണ്ട് നിങ്ങൾക്ക് തെളിനീര് കൊണ്ടുവന്ന് തരാൻ? അള്ളാഹുവിന്റെ ചോദ്യമാണ്, പടച്ചറബിന്റെ ചോദ്യമാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. പ്രിയമുള്ളവരെ, പൊറുത്തു തരണേ അല്ലാ, പാപമോചന പ്രാർത്ഥനകൾ അധികരിപ്പിച്ചാലേ അള്ളാഹു വെള്ളം തരൂ. ജലക്ഷാമത്തിന് പരിഹാരം അള്ളാഹുവിനോട് മനം നിറഞ്ഞുകൊണ്ടുള്ള തേട്ടമാണ്, മനമുരുകിക്കൊണ്ടുള്ള യാചനയാണ്. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ വെള്ളം ഒരു വലിയ അനുഗ്രഹമാണ്. ആ വെള്ളം തന്നെ പേമാരി പെയ്ത് പ്രളയമായാലോ കെടുതിയാണ് അതുകൊണ്ടുണ്ടാകാറുള്ളത്, വലിയ ദോഷമാണ് അതുകൊണ്ടുണ്ടാകാറുള്ളത്. അപ്പൊ ഒരേ വസ്തുവിൽ നിന്ന് ഖൈറും ലഭിക്കുന്നു, ഷെറും ലഭിക്കുന്നു. വെള്ളം, അതിൽ നിന്ന് ഷെറുണ്ടാകുന്ന രൂപവും ഞാൻ വിശദീകരിച്ചില്ലേ. ഇങ്ങനെ ഓരോ വസ്തുക്കളും എടുത്ത് പരിശോധിച്ചു നോക്കൂ. തീ നമുക്കെന്തൊരു അനുഗ്രഹമാണ്. അതില്ലാതെ നടക്കുമോ? അതേ അവസരത്തിൽ ഒരു തീ പടർന്നു പിടിച്ചാൽ നാശനഷ്ടമല്ലേ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് രാവിലെയും വൈകുന്നേരവുമൊക്കെ ഓരോ നിസ്കാരത്തിന്റെ പിറകെയും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന ഈ അധ്യായം പാരായണം ചെയ്യുമ്പോ മനസ്സ് വെച്ച് പാരായണം ചെയ്യണം. മിൻ ശർരി മാ ഖലഖ്, അല്ലാഹ് സൃഷ്ടിച്ചിട്ടുള്ള ഏതൊക്കെ സൃഷ്ടികൾക്ക് എന്തൊക്കെ ശർറുകളുണ്ടോ ആ ശർറുകളിൽ നിന്നെല്ലാം അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നാണ്. മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രി അത് മൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന കുറെ ആപത്തുകളുണ്ട്. ഇരുളിന്റെ മറവിലാണ് സർവ്വ സാമൂഹ്യദ്രോഹികളുടെയും അഴിഞ്ഞാട്ടം. ഇരുളിന്റെ മറവിലാണ് പലപ്പോഴും മനുഷ്യന് വിഷമേൽക്കുന്നത്. ഇരുളിന്റെ മറവിലാണ് ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാഹുവേ നീ കാവൽ തരണം. വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്, തുടർന്നുകൊണ്ട് പറയുന്നത് കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരുടെ ശർറിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ്. മനുഷ്യനെ വിശ്വാസരംഗത്ത് ഏറെ മനുഷ്യൻ അധപ്പതിച്ചു പോകുന്നൊരു മേഖലയാണത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. എന്ത്? കെട്ടുകളിട്ട് അതിൽ മന്ത്രിച്ച് ആ രൂപത്തിലുള്ള സിഹറിന്റെ പണിയെടുക്കുന്ന ആളുകൾ ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു മുസ്ലിമിന് ചെയ്യാൻ പാടില്ലാത്ത കാര്യം, ഒരു മുസ്ലിമിന് ചെയ്യാൻ പാടില്ലാത്ത കാര്യം. 7 വൻ പാപങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർജിക്കാൻ ഈ സമൂഹത്തോട് ആജ്ഞാപിച്ചു. ഒന്നാമത്തത് ശിർക്കാണ്, രണ്ടാമത് പറഞ്ഞത് സിഹറാണ്. സിഹിർ ചെയ്യാൻ പാടില്ല. മറ്റൊരാളെ ഉപദ്രവിക്കാൻ വേണ്ടി സിഹിർ ചെയ്യാൻ പാടില്ല. അങ്ങനെ സിഹിർ മൂലം ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവൻ അതിലൂടെ അവൻ കാഫിറായി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സിഹിർ ചെയ്യുക എന്ന് പറയുന്ന പരിപാടി വളരെയേറെ ഗൗരവമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഖദ ഉഖദതൻ, ആരെങ്കിലും കെട്ടുകളിടുകയും സുമ്മ നഫസ ഫീഹാ, എന്നിട്ട് ആ കെട്ടുകളിൽ അവൻ ഊതുകയും ചെയ്താൽ ഫഖദ് സഹറ, അവൻ സിഹറാണ് ചെയ്തത്, അവൻ മാരണക്രിയയാണ് ചെയ്തത്. ഒമൻ സഹറ, ആരെങ്കിലും സിഹർ ചെയ്താൽ ഫഖദ് അശ്റക, അവൻ ശിർക്കാണ് പ്രവർത്തിക്കുന്നത്. കാരണം ശൈത്താനോട് കാവൽ ചോദിച്ചുകൊണ്ട്, ശൈത്താന്മാരിൽ നിന്ന് കാവൽ പ്രതീക്ഷിച്ചുകൊണ്ട്, സഹായം തേടിക്കൊണ്ടുള്ള ആ രൂപത്തിലുള്ള സിഹറൻ പ്രവർത്തനങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വരെ ലബീദ് ബിനുൽ അഅസം എന്ന് പറയുന്ന ജൂതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി പോലും അവിടുത്തേക്കെതിരിൽ പോലും സിഹിർ ചെയ്യുകയുണ്ടായി. അതിന്റേതായ പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ അല്പനേരമുണ്ടായി. അപ്പോഴേക്ക് അതിന് പരിഹാരമായിക്കൊണ്ടാണ് അള്ളാഹു ഈ വചനങ്ങൾ അവതരിപ്പിച്ചത്. സൂറത്തുൽ ഫലഖ്, അതുപോലെ തന്നെ സൂറത്തുൻ നാസ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മന്ത്രിക്കുകയുണ്ടായി. ആ സിഹറിന്റെ ദോഷബാധയിൽ നിന്ന് മോചനത്തിന് വേണ്ടി അതിനുള്ള വഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയുണ്ടായി. അപ്പോ മറ്റൊരാൾക്ക് ഉപദ്രവം വരുത്തുവാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് സമൂഹത്തിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന സിഹറൻ പ്രവർത്തനങ്ങൾ അത് ചെയ്യാനോ ചെയ്യിപ്പിക്കാനോ ഒരു മുസ്ലിമിന് പാടുള്ളതല്ല. അത്തരത്തിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഖേന പല രൂപത്തിലുള്ള വിഷമങ്ങളും ഒരുപക്ഷെ ഉണ്ടാകാം. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവേ അവരുടെ ശർറിൽ നിന്ന്, അത് മുഖേനയുണ്ടാകുന്ന ശർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുകൾ പഠിപ്പിച്ചിരുന്നുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയ വെച്ചാലുണ്ടാകുന്ന ശർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. സഹോദരങ്ങളെ, അസൂയയാണ് ലോകത്ത് നടന്ന ഒന്നാമത്തെ കൊലപാതകത്തിന്റെ പിന്നിൽ പ്രേരകമായതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹാബീൽ ഹാബീലിനെ കൊന്നത് അസൂയയുടെ പേരിലായിരുന്നു. ഒരാളുടെ വളർച്ചയിൽ സഹികേട് തോന്നുക, ഒരാളുടെ ഉയർച്ചയിൽ മനസ്സിന് വല്ലാത്തൊരു ചൊറിച്ചിൽ അനുഭവപ്പെടുക, അയാളുടെ നന്മകൾ നീങ്ങിക്കാണാൻ വേണ്ടിയുള്ള മോഹമുണ്ടാവുക, അതാണ് ഹസദ്, അതാണ് അസൂയ. മറ്റൊരാളുടെ വളർച്ച കണ്ട് സഹിക്കാനാവാതെ
അയാളെ താറടിക്കണം, അയാളെ നശിപ്പിക്കണം, അയാളെ തകർക്കണം എന്ന വിചാരം മനസ്സിൽ പതഞ്ഞു പൊങ്ങിയിട്ട് അവനെതിരെ അവന്റെ എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങളെയും പിന്തുടർന്നുകൊണ്ട് അവനെ തകർക്കാനുള്ള വഴികൾ ആലോചിക്കും അസൂയയുള്ളവൻ. അതുകൊണ്ട് അത്തരത്തിൽ അസൂയ വെക്കുന്നവരുടെ അസൂയയില്ലെന്ന് ബാഹുവേ, അസൂയയുടെ കെടുതിയിൽ നിന്ന് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഈ വിശുദ്ധ വചനം ഓതിക്കൊണ്ട് നമുക്കതിന്റെ ഗൗരവം പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, സൂറത്തുൽ ഫലഖിലൂടെ നമ്മൾ അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് സൂറത്തുൻ നാസിലൂടെയോ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്, അല്ലാഹുവിനോടതാ 3 കാര്യങ്ങൾ, അവന്റെ പ്രത്യേകമായ ഗുണവിശേഷണങ്ങൾ. റബ്ബുന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്, ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, പതിയിരുന്നുകൊണ്ട് ഒളിഞ്ഞിരുന്നുകൊണ്ട് മനുഷ്യ മനസ്സുകളിൽ ദുർബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസി മിനൽ ജിന്നതി വന്നാസ്, മനുഷ്യരിലും ജിന്നുകളിലുമുണ്ട് മനുഷ്യരുടെ മനസ്സുകളിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ആളുകൾ. അത്തരത്തിലുള്ള ദുർബോധനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സകല പിശാചുക്കളുടെയും, മനുഷ്യ പിശാചുക്കളുടെയും ജിന്ന് പിശാചുക്കളുടെയും ശർറിൽ നിന്ന്, വസ്വാസുകളിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നാണ് സൂറത്തുൻ നാസിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ കാവൽ ചോദിക്കാൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നാം ഭയപ്പെടേണ്ടുന്ന, അതേ നമ്മെ തകർക്കുമോ നമ്മെ നശിപ്പിക്കുമോ എന്ന് നാം ഭയപ്പെടേണ്ടുന്ന ആ നിലക്കുള്ള ഏറ്റവും കൊടിയ നമ്മുടെ ശത്രുവാണ് പിശാച് എന്ന് നമുക്കറിയാം. ഇന്ന ശൈത്താന ലക്കും അദു, ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവാ, നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കണ്ടോ. നരകത്തിൽ എത്തിച്ചിട്ടേ അവൻ അടങ്ങുകയുള്ളൂ. അവൻ അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതിജ്ഞയെടുത്ത് ഇറങ്ങിപ്പോന്നവനാണ്. ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, നേർവഴിയിലേക്ക് ആരൊക്കെ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നുവോ ആ നേർവഴിയിൽ മുഴുവൻ ഞാൻ കുത്തിയിരിക്കുക തന്നെ ചെയ്യും. നേരായ മാർഗത്തിൽ ഞാൻ ഇരിപ്പുറപ്പിക്കുക തന്നെ ചെയ്യും. നേരായ മാർഗത്തിൽ ഞാൻ ഇരിപ്പുറപ്പിക്കുക തന്നെ ചെയ്യും. എന്തിന്? അതിലൂടെ വരാൻ ഉദ്ദേശിക്കുന്നവരെയൊക്കെ പഴപ്പിക്കാൻ. ഉമ്മലാത്തിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമായിലിഹിം, ഞാൻ അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തുകൂടെയും ഇടതുഭാഗത്തുകൂടെയും ഒക്കെ ഞാൻ അവരെ സമീപിക്കും. വലാ തജിദു അക്സറഹും ഷാകിരീൻ, അവരിൽ മഹാഭൂരിപക്ഷത്തെയും നിന്നോട് നന്ദി ചെയ്യുന്നവരായി പിന്നെ നീ കാണൂല. നിന്നോട് നന്ദി ചെയ്യാത്ത ആളുകളാക്കി തീർക്കാൻ ഞാൻ വലിയ ശ്രമം നടത്തുമെന്ന് ഇബ്ലീസ് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇബാദത്തുകളുടെ വേളയിൽ പോലും നമ്മോട് പടച്ച റബ്ബ് കാവൽ തേടാൻ പറഞ്ഞിരിക്കുകയാണ് അവന്റെ ശർറിൽ നിന്ന്. നിസ്കാരത്തിന് കൈകെട്ടി നിൽക്കുമ്പോ അതേ ആദ്യം തന്നെ നമ്മൾ വജ്ഹത്തു അല്ലെങ്കിൽ അല്ലാഹുമ്മ ബായിദ് ബൈനി തുടങ്ങുന്ന പ്രാർത്ഥനയൊക്കെ പറഞ്ഞ് സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിന്റെ മുമ്പേ പറയും അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ആട്ടിയോടിക്കപ്പെട്ട എല്ലാ റഹ്മത്തിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട അഭിശപ്തനായ ശൈത്താന്റെ എല്ലാ വിധത്തിലുള്ള ശർറിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. പരിശുദ്ധ ഖുർആൻ ഓതുക എന്നത് എന്തൊരു നല്ല സൽക്കർമ്മമാണ്. ഒരായത്തിന് 10 പുണ്യം ഓഫർ ചെയ്യപ്പെട്ട സൽക്കർമ്മമാണ്. ആ പരിശുദ്ധ ഖുർആൻ കയ്യിലെടുത്ത് അതല്ലെങ്കിൽ ഖുർആൻ ഓതി തുടങ്ങുന്നതിന്റെ മുന്നോടിയായി കൊണ്ട് പോലും അല്ലാഹു പറയുന്നത് ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. നീ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അതേ നീ അല്ലാഹുവിനോട് കാവൽ ചോദിച്ചോ. മിനശ് ശൈത്താനിർ റജീം, അഭിശപ്തനായി അട്ടിയോടിക്കപ്പെട്ട ശൈത്താന്റെ ശർറിൽ നിന്ന് കാവൽ ചോദിച്ചോ. അല്ലാഹു തആല പറയാണ്, അപ്പൊ ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോ വരെ കാവൽ ചോദിക്കണം. ഖുർആൻ കയ്യിലെടുത്ത ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോ നല്ലൊരു കാര്യത്തിന് ഒരുങ്ങുമ്പോഴൊക്കെ ശൈത്താൻ വേണ്ട എന്ന് പറയും. കാവൽ ചോദിക്കുകയാണ് അല്ലാഹുവിനോട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്നതാ എപ്പോഴും തേടാറുണ്ട് അഊദു ബില്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു മിനശ് ശൈത്താനി, ശൈത്താനിൽ നിന്ന്, മിൻ നഫ്ഖിഹി വനഫ്സിഹി വഹംസിഹി, അവന്റെ ദുർബോധനത്തിൽ നിന്ന്, അവന്റെ ഊത്തുകളിൽ നിന്ന്, അവന്റേതായ വസ്വാസുകളിൽ നിന്ന്, അവനെ കൊണ്ടുണ്ടാകുന്ന ബാധകളിൽ നിന്ന് എല്ലാം അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അപ്പൊ വല്ലാത്ത കാവല് തേടാനുള്ള 2 അധ്യായങ്ങളാണിത്. ഇതിന്റെ അർത്ഥവും ആശയവും ഒക്കെ സഹോദരങ്ങളെ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം.
നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം, കുടുംബത്തെ പഠിപ്പിക്കണം, സമാധാനം നമുക്ക് നിലനിൽക്കണം. അതിന് ഈ അധ്യായങ്ങളുടെ അർത്ഥവും ആശയവും ഗ്രഹിച്ച് ജീവിതത്തിൽ അതൊരു കാവലായി, ഒരു സുരക്ഷാ കവചമായിക്കൊണ്ട് കൊണ്ടു നടക്കുന്ന, പ്രവൃത്തിപഥത്തിൽ അത് കൊണ്ടു നടക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ശുദ്ധ ഖുർആനിലൂടെ ഹൃദയങ്ങൾക്ക് വെളിച്ചം നൽകപ്പെടുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ നാഥൻ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നിത്യജീവിതത്തിൽ രക്ഷാകവചമായി നമ്മൾ കൊണ്ടു നടക്കേണ്ടുന്ന മഹനീയമായ അധ്യായങ്ങളാണിത് എന്നാണ് നിങ്ങൾ കേട്ടുകഴിഞ്ഞത്. അറിയാത്തതുകൊണ്ടല്ല, പലപ്പോഴും അലസത മുഖേന, അലസത കാരണമായി സൽക്കർമ്മങ്ങളിൽ നിന്ന് നാം വിട്ടുനിൽക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, ഈ അധ്യായത്തിന്റെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോ നമസ്കാരത്തിന്റെയും ശേഷം നമ്മൾ ഈ ആയത്തുകൾ, സൂറത്തുകൾ പാരായണം ചെയ്യണം. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. 5 നേരത്തെ നിസ്കാര ശേഷവും നമ്മൾ പറയണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ രാത്രി ഉറങ്ങാൻ കിടക്കുന്നു, തന്റെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് അതിലേക്ക് ഊതി, അതെ ആ കൈകളിലേക്ക് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തുകൾ ഓതുകയാണ്. ഖുൽ അഊദു, ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ്, പിന്നെ ഈ 2 അധ്യായങ്ങൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൈകൾ കൊണ്ട് അവിടുത്തെ തലയും മുഖവും ബാക്കി ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും തടവിക്കൊണ്ടാണ് അവിടുന്ന് കിടന്നുറങ്ങാറുണ്ടായിരുന്നത്. ഇത് 3 തവണ അവിടുന്ന് ആവർത്തിക്കാറുണ്ട്. സഹോദരങ്ങളെ, നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സുന്നത്തുകളിൽപ്പെട്ട കാര്യങ്ങളാണിതൊക്കെ. നാം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം. പൈശാചികമായ ഒരു ബാധയും നമ്മെ ബാധിക്കുകയില്ല. ശൈത്താന്റെ കുതന്ത്രങ്ങളിൽ പെടാതെ അല്ലാഹു നമുക്ക് കാവൽ നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്. അതുപോലെ തന്നെ വേദനയുള്ള അവസരത്തിൽ ശിഫായുടെ സൂറത്താണ് പ്രിയമുള്ളവരെ ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിക്കാൻ ഉപയോഗപ്പെടുത്തിയിരുന്നത്. മന്ത്രം എന്ന് പറയുന്നത് നമുക്ക് വിലക്കപ്പെട്ട ഒരു കനിയാണെന്ന ഒരു ധാരണ സമൂഹത്തിൽ ആരൊക്കെയോ പ്രചരിപ്പിക്കുന്നു. മന്ത്രം വിധിക്കപ്പെട്ടതുണ്ട് അഥവാ അനുവദനീയമായതുണ്ട്, വിലക്കപ്പെട്ടതുണ്ട് അഥവാ വിരോധിക്കപ്പെട്ടവയുണ്ട്. ഉള്ളത് ചെയ്യണം, ഇല്ലാത്തതിൽ നിന്ന് വിട്ടുനിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ വേദനയുള്ള അവസരത്തിൽ മഹദിയായ നമ്മുടെ ഉമ്മ പറയുകയാണ്, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദസ്തകാ യഖറഉ അലാ നഫ്സിഹി മുഅവ്വിദാതി വയൻഫിസു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ വേദന തോന്നിയാൽ, രോഗം ആയിക്കഴിഞ്ഞാൽ ഈ അധ്യായങ്ങൾ കൊണ്ട് അവിടുന്ന് അതാ സ്വന്തത്തിൽ മന്ത്രിക്കുന്നു, പാരായണം ചെയ്യുന്നു, വയൻഫിസു എന്നിട്ട് ഊതുന്നു. മന്ത്രിച്ചൂതുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ട്. എന്നിട്ട് നമ്മുടെ ഉമ്മ പറയാൻ, നബിതങ്ങൾ ഇപ്പോഴും ചെയ്യും, ഫലമ്മസ്തദ്ദ വജഹു, അവിടുത്തെ വേദന കഠിനമായി, അവിടുത്തേക്ക് ഇത് ചെയ്യാനുള്ള ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, കുൻതു അഖറഉ അലൈഹി, ഞാനാണ് നബിക്ക് വേണ്ടി ഇത് ഓതിയത്, ഞാനാണ് നബിക്ക് വേണ്ടി ഈ സൂറത്തുകൾ പാരായണം ചെയ്തത്, ഞാനത് ചെയ്തിരുന്നു. എന്നിട്ട് വംസഹു ബിയദിഹി, നബി തങ്ങളുടെ കൈ കൊണ്ട് ഞാൻ തടവിക്കൊടുക്കും, റജാഅ ബറകതിഹാ, നബി തങ്ങളുടെ കൈയിന്റെ ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്. നമ്മുടെ ഉമ്മാടെ കൈക്കില്ലാത്ത ബറക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകൾക്കുണ്ട്. അതുകൊണ്ട് ഓത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ഉമ്മ നിർവഹിക്കുന്നു. തടവൽ പ്രവാചകന്റെ കൈ കൊണ്ട് തന്നെ തടവുന്നു. കണ്ടോ, ആ കൈയുടെ ബറക്കത്ത് ലോകത്തൊരു സൃഷ്ടികളുടെയും കൈകൾക്കില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കി. വേദന വരുമ്പോ നമ്മൾ ചികിത്സിക്കുന്നതുകൂടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ തന്റെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് ചെന്നിട്ട് ആ 2 പേരക്കുട്ടികളോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. ആ പേരക്കിടാങ്ങൾക്ക് വേണ്ടി നബി തങ്ങൾ മന്ത്രിക്കുകയാണ്,
എന്താണ് അവിടുന്ന് ചൊല്ലുന്നത്? ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മത്തിൻ. നിങ്ങൾക്ക് ഇരുവർക്കും വേണ്ടി ഞാൻ അല്ലാഹുവിന്റെ വചനങ്ങൾ മുഖേന കാവൽ ചോദിക്കുന്നു. സമ്പൂർണമായ അല്ലാഹുവിന്റെ വചനങ്ങൾ മുഖേന നിങ്ങൾ ഇരുവർക്കുമായി ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. മിൻ കുല്ലി ശൈത്താൻ, എല്ലാ ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്നും, വഹാമ്മത്തിൻ, ഇഴജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും, വമിൻ കുല്ലി ഐനിൻ ലാമ്മത്തിൻ, ആക്ഷേപകാരിയായ കണ്ണേറിൽ നിന്നും, കണ്ണിന്റെ ദോഷത്തിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ സമ്പൂർണമായ വചനങ്ങൾ മുഖേന കാവൽ ചോദിക്കുന്നു. കണ്ണേറ് ബാധിക്കാതിരിക്കാൻ കോലങ്ങൾ നാട്ടിവെക്കലല്ല, കോലങ്ങൾ വരച്ചുണ്ടാക്കലല്ല, കരിങ്കണ്ണാ നോക്ക് എന്ന് പറയലല്ല, മറ്റേതെങ്കിലും മാർഗങ്ങളല്ല, തകിട് കുഴിച്ചിടലല്ല, ഏലസ് കെട്ടലല്ല, ഉറുക്ക് കെട്ടലല്ല, മന്ത്രിച്ച് ശരീരത്തിൽ നൂല് ബന്ധിക്കലല്ല, മറിച്ച് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. അള്ളാഹുവേ കണ്ണിന്റെ ദോഷത്തിൽ നിന്ന്, ആക്ഷേപകാരിയായ കണ്ണിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന്. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അള്ളാഹുവിനോടുള്ള കാവൽ തേട്ടം, അള്ളാഹുവിനോട് നിരന്തരമായുള്ള അഭയം ചോദിക്കൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ കുർസി ശൈത്താന്റെ ശർറിൽ നിന്നുള്ള കാവലാണ്. അതുപോലെ തന്നെ മൻ ഖറഅ ബിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ, അൽ ബഖറ സൂറത്തിന്റെ അവസാന ഭാഗത്തുള്ള 2 ആയത്തുകൾ ആരെങ്കിലും ഫീ ലൈലത്തിൻ, ഒരു രാത്രിയിൽ പാരായണം ചെയ്താൽ, കഫതാ, എല്ലാവിധ ആപത്തുകളിൽ നിന്നും അവനത് കാവലാണ്, അത് അവന് മതിയായതാകുന്നു. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങുന്ന ആ സൂറത്തായത്ത് പഠിച്ചിരിക്കണം സഹോദരങ്ങളെ, എല്ലാവരും പഠിച്ചിരിക്കണം. നമുക്കതൊക്കെയാണ് കാവൽ. നമുക്ക് അല്ലാഹുവിനോടാണ് കാവൽ തേടാനുള്ളത്. നമ്മുടെ രക്ഷാ കവചങ്ങളാണതൊക്കെ. കാവൽ ചോദിക്കാൻ, നിരന്തരം റബ്ബിനോടുള്ള ബന്ധം, നിരന്തരം അവനോട് കാവൽ ചോദിക്കൽ, നമുക്ക് നല്ല സമാധാനമുണ്ടാകും. 2 ലോകത്തും അവന്റെ കാവലുണ്ടാകും. ആ നിലക്ക് ഏറ്റവും മഹനീയമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ അധ്യായങ്ങളെ ശരിക്കും പഠിച്ചു മനസ്സിലാക്കി ഉച്ചാരണങ്ങൾ തെറ്റാതെ പാരായണം ചെയ്ത് ജീവിതത്തിന്റെ ഏറ്റവും നമുക്കുള്ള കാവലായിക്കൊണ്ട് ശുദ്ധ ഖുർആനിന്റെ ഈ അധ്യായങ്ങൾ നമ്മൾ മാറ്റുക. ശുദ്ധ ഖുർആൻ അത് റഹ്മത്താണ്, സത്യവിശ്വാസികൾക്ക് മാർഗദർശനമാണ്. ഇതൊക്കെ നമ്മൾ കേവലം പറയാനുള്ളതല്ല, നമ്മൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ രൂപത്തിൽ ഖുർആനുമായി സമീപിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കേവർക്കും അവന്റെ ശരിയായ പാതയിൽ അടിയുറച്ചു നിന്ന് മുന്നേറുവാനുള്ള തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്നും, ഫിത്നകളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹുവിന്റെ കാവൽ നമ്മളിൽ വർഷിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായിട്ടുണ്ട്. അല്ലാഹുവേ, നീ അവർക്ക് ശിഫ നൽകണമേ. ഇന്നലെയും അടുത്ത ദിവസങ്ങളിലുമായിക്കൊണ്ട് ഒരുപാട് ആളുകൾ, സഹോദരങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാം ഖബറിടം നീ സന്തോഷത്തിലാക്കി കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗ്ഗലോകത്ത് നീ ഒരുമിച്ച് ചേർക്കണമേ നാഥ. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم وفق ولاة أمورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.